നമസ്കാരം. ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിൽ താമസിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായ കോട്ടയംകാർ സജിത്തും സജിത്തിൻ്റെ ഭാര്യ മഞ്ജുഷയും കഴിഞ്ഞ 2 ദിവസം എന്നോടൊപ്പം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അവരെ ഓസ്ട്രേലിയയിൽ നിന്നും നേരെ തിരുവനന്തപുരത്തേക്ക് എത്തി ഇവിടെ 2 ദിവസം കറങ്ങിയിട്ടാണ് കോട്ടയത്തേക്ക് ഇന്നലെ പോയത്. അവരവിടെ നിന്ന് വിമാനം കയറിയതിന് ശേഷമായിരുന്നു ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ ഭീകരാക്രമണമുണ്ടായത്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് അവർക്ക് കേട്ടുകേൾവി മാത്രമായിരുന്നു, കൃത്യമായ ധാരണയുണ്ടായിരുന്നില്ല. മാത്രമല്ല, ആ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത വാർത്തയിലൊക്കെ ആ ആക്രമണം നടത്തിയ ഉപ്പയും മകനും പാകിസ്ഥാനിയാണ് എന്നായിരുന്നു. അങ്ങനെയായിരുന്നു വിദേശ വാർത്തകളെല്ലാം. അതുകൊണ്ടാവാം എന്നോട് സജിത്ത് ചോദിച്ചു, ഇത്രയും കാലമായി ലോകത്തെവിടെയെങ്കിലും ഇത്തരം ഭീകരാക്രമണങ്ങളിൽ ഒരു ഇന്ത്യക്കാരൻ്റെ പേര് കേട്ടിട്ടുണ്ടോ? ഒരിക്കലും നമ്മളാരും ആ പണിക്ക് പോവില്ല. മര്യാദയ്ക്ക് പോയി പണിയെടുത്ത് അതാത് രാജ്യത്തെ നിയമങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുന്നു. പക്ഷേ ഈ ഭീകരാക്രമണം നടക്കുന്നതിൻ്റെ തിരിച്ചടി ഏറ്റവും അധികം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളാണ്. കാരണം ഈ പാക്കികളും ബംഗ്ലാദേശികളും സിറിയക്കാരും ഇറാഖികളും ഇറാനികളും ഒക്കെ തമ്മിൽ നമ്മുടെ ലുക്കിൽ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. എല്ലാവർക്കും ഏഷ്യൻ നിറവും ഏഷ്യൻ രൂപവും വിദേശ ഭാഷയുമാണ്. ഇക്കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ച് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് അറിയുന്നത് ഓസ്ട്രേലിയയിലെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ, ലോകത്തെ മുഴുവൻ ആശങ്കയുടെ ഭീതിയിലാഴ്ത്തിയ ബോണ്ടി ബീച്ച് ആക്രമണം നടത്തിയ ഉപ്പയും മകനും ഇന്ത്യക്കാരാണെന്ന്. 27 വർഷം മുമ്പ് 1998 സ്റ്റുഡൻറ് വിസയിൽ ഓസ്ട്രേലിയയിലേക്ക് പോയ ആളാണ് സാജിദ് അക്രം എന്ന ഹൈദരാബാദുകാരൻ. അവിടെ പോയി സ്റ്റുഡൻറ് വിസയിൽ പഠനം പൂർത്തിയാക്കിയോ ഇല്ലയോ എന്നറിയില്ല. അക്കാലത്തൊക്കെ സ്റ്റുഡൻറ് വിസയിൽ പോകുന്നവർ പഠിക്കാൻ പോകുന്നവരല്ല. അവിടെയുള്ളൊരു കിഴക്കൻ യൂറോപ്യൻ രാജ്യക്കാരിയെ കല്യാണം കഴിച്ച് അവിടെ തന്നെ വാസമാക്കി. പിന്നീട് 6 തവണ മാത്രമേ ഇന്ത്യയിലേക്ക് 27 വർഷത്തിനിടയിൽ വന്നിട്ടുള്ളൂ. തൻ്റെ ഉപ്പ മരിച്ചപ്പോൾ പോലും അയാൾ വന്നിട്ടില്ല. 2 മക്കളാണ് ഇവർക്കുണ്ടായത്, ഒരു മകനും മകളും. മകൻ നവീദിനെ തൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ സാധിച്ചെങ്കിലും ഈ സാജിദും നവീദും നടത്തിയിരുന്നത് ഇരട്ട ജീവിതമായിരുന്നു. സാജിദിന്റെ ഭാര്യ, അതായത് നവീദിന്റെ അമ്മ, അവർക്കോ നവീദിന്റെ സഹോദരിക്കോ അറിയുമായിരുന്നില്ല ഇവർക്കിങ്ങനെ ഒരു ഭീകരവാദ മുഖമുണ്ടെന്ന്. അവർ മാധ്യമങ്ങളോട് പറഞ്ഞു, താൻ ഞെട്ടിപ്പോയി, ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, ഇത്തരം ചർച്ചകൾ ഇതുവരെ കേട്ടിട്ടുമില്ല. മാത്രമല്ല, ഇരുവരും ഫിഷിങ്ങിന് വേണ്ടി പോയതാണ്. അവിടെ നിന്ന് മകൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിരുന്നു, രാവിലെ ഞാൻ സ്വിമ്മി ചെയ്യാൻ പോയി, പിന്നീട് ഞങ്ങൾ നടക്കാൻ പോയി, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം കേൾക്കുന്നത് വെടിയൊച്ചയുടെ വാർത്തയാണ്. സ്വന്തം ജീവൻ ഇല്ലാതാക്കി പച്ച മനുഷ്യരെ കൂട്ടക്കുരുതി ചെയ്യാൻ പോയ ഇവർക്ക് ഇത്തരമൊരു പശ്ചാത്തലമുള്ളതായി ഓസ്ട്രേലിയൻ പോലീസിന് സൂചനയേയില്ല. ഇരുവരുടെയും പേരിൽ ഒരു ക്രിമിനൽ കുറ്റവുമില്ല. ഈ പിതാവ് ഏതാണ്ട് $75,000 വരുമാനമുള്ള ഒരു സ്വയം സംരംഭകനാണ്, ടാക്സ് ഒക്കെ അടയ്ക്കുന്നതാണ്, നിയമവിഷയങ്ങളൊന്നുമില്ല. ഈ മകന്റെ പേരിൽ ചില സംശയം ഉണ്ടാവുകയും അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ തെളിവൊന്നും കണ്ടെത്തിയിൽ ഉപേക്ഷിച്ചു. എന്നാൽ ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു, ഇവർ ഫിലിപ്പീൻസിൽ പോയി അവിടെയുള്ള ഒരു ഭീകര സംഘടനയിൽ നിന്നും തോക്ക് ഉപയോഗിക്കുന്നത് അടക്കമുള്ള മിലിറ്ററി സ്റ്റൈൽ പരിശീലനം വരെ സിദ്ധിച്ചിരുന്നു എന്ന്. അവരുടെ ലക്ഷ്യം നിരപരാധികളായ ജൂതന്മാരെ കൊല്ലുക മാത്രമായിരുന്നു. സാജിദ് പോലീസ് വെടിയേറ്റ് മരിച്ചിരുന്നു. മകൻ നവീദാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നതും കസ്റ്റഡിയിലുള്ളതും. നവീദ് ആകപ്പാടെ ചോദിച്ച ഒരേ ഒരു ചോദ്യം, എത്ര പേർ കൊല്ലപ്പെട്ടു എന്നതാണ്. എന്ന് വെച്ചാൽ പരമാവധി ജൂതന്മാരെ കൊല്ലുന്നതിൽ ആനന്ദം അനുഭവിക്കുകയായിരുന്നു നവീദിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം സാധിച്ചോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ചോദിക്കുന്നത്, എത്ര പേർ കൊല്ലപ്പെട്ടെന്ന്. 15 പേരുടെ ജീവനെടുത്തു, 41 പേർക്ക് പരിക്കേറ്റു. യഥാർത്ഥത്തിൽ എനിക്കിപ്പോഴും പിടികിട്ടാത്തൊരു ചോദ്യം, ഏതു മതത്തിന്റെ പേരിലാണെങ്കിലും ഒരു മനുഷ്യന് എങ്ങനെ ഇങ്ങനെയാകാൻ കഴിയുമെന്നതാണ്. നമ്മൾ മതത്തിൽ വിശ്വസിക്കുന്നത് നമ്മുടെ വിശ്വാസം മരണാനന്തര ജീവിതമാണ് ഏറ്റവും വലുത് എന്നതായതുകൊണ്ടാണ്. അത് അശാസ്ത്രീയമാണെന്ന് പലരും പറയുന്നുണ്ട്. മതമേ അശാസ്ത്രീയമാണ്. മരണത്തിന് ശേഷം എന്തു സംഭവിക്കുന്നു എന്ന് ആർക്കും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ ജീവസറ്റ ശരീരം അഴുകി മണ്ണായി മാറുന്നു എന്നത് മാത്രമാണ്. ഈ ശരീരത്തോടു കൂടി ജീവിതം അവസാനിക്കുന്നു. ഈ ശരീരത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആത്മാവേ അല്ലെങ്കിൽ ബുദ്ധി അല്ലെങ്കിൽ മനസ്സെന്നൊക്കെ പറയുന്ന പ്രക്രിയ ജീവൻ ഇല്ലാതാകുമ്പോൾ ഇല്ലാതാകുന്നു. അത് മനുഷ്യന്റെ കാര്യത്തിൽ മാത്രമല്ല, സർവ്വ ജീവജാലങ്ങളുടെയും കാര്യത്തിൽ അങ്ങനെയാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒരു മരം അതിന് ജീവനുള്ളത് കൊണ്ടാണ് തളിർത്ത് നിൽക്കുന്നത്. അത് വെട്ടിയിട്ടാൽ അതിന് ജീവൻ നഷ്ടപ്പെട്ടു, ആ മരം ദ്രവിച്ചു പോകും. ഇത് തന്നെയാണ് മൃഗങ്ങളുടെയും സ്ഥിതി. ഒരു പുലി അല്ലെങ്കിൽ കടുവ അല്ലെങ്കിൽ സിംഹം
അതിന് ശൗര്യത്തോടെ പ്രവർത്തിക്കുന്നത് ജീവനുള്ളപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രം പറയുന്നു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്നതോടെ അവന്റെ അസ്തിത്വം ഇല്ലാതാകുന്നു. എന്നാൽ മതം പറയുന്നു അങ്ങനെയല്ല, ആത്മാവിന് ഒരിക്കലും മരണമില്ല, ആത്മാവ് നിലനിൽക്കുകയാണ്. ഈ ആത്മാവാണ് എറ്റേണൽ ലൈഫ്, ആത്യന്തികമായ ജീവിതം. ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് ഏറിയാൽ 80-90 വർഷം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കാലമാണ്. ആ കാലത്തിൽ മനുഷ്യനെ അവന്റെ ബുദ്ധിക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സമയം പോലും വിരളമാണ്. കാരണം അവൻ 20 വയസ്സ് 25 വയസ്സ് വരെ മാതാപിതാക്കളുടെ നിയന്ത്രണത്തിലാണ്, തൊഴിലന്വേഷകനാണ്, വിദ്യാഭ്യാസമാണ്. അതിനുശേഷം ഉള്ള 25-30 വർഷം മാത്രമാണ് ജീവിതമുള്ളത്. അന്നും ജീവിതം കരുപിടിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്, പിന്നെ കുറച്ചുകാലം വിശ്രമത്തിലാണ്, അവഗണനയിലാണ്, പിന്നെ മരണമാണ്. അതുകൊണ്ട് അതിനുശേഷം എന്താണോ അതാണ് എറ്റേണൽ ലൈഫ്. ആ ലൈഫ് എങ്ങനെയാവും എന്ന് ഓരോ മതവും വ്യത്യസ്തമായി പറയുന്നു. ആ മനോഹരമായ എറ്റേണൽ ലൈഫിൽ നമുക്ക് സമാധാനവും ശാന്തിയും കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഭൗതിക ലോകത്ത് നല്ലത് ചെയ്യണം എന്നാണ് മതം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതും. അങ്ങനെ ഒരു എറ്റേണൽ ലൈഫ് ഇല്ലെങ്കിൽ കൂടി ഈ ലോകത്തെ നമ്മുടെ ജീവിതം ഉത്തരവാദിത്തമുള്ളതായി മാറാൻ, നന്മയുള്ളതായി മാറാൻ മതം സഹായിക്കുന്നു എന്നതുകൊണ്ടാണ് മതം നിലനിൽക്കണം, എറ്റേണൽ ലൈഫ് ഉണ്ട് എന്ന സങ്കല്പം അശാസ്ത്രീയമാണെങ്കിലും അതിനെ അംഗീകരിക്കണമെന്ന് എന്നെ പോലുള്ളവർ വിശ്വസിക്കുന്നത്. ഇവിടെയാണ് ഞാൻ ഞെട്ടിപ്പോകുന്നത്. നിങ്ങൾ എറ്റേണൽ ലൈഫിന് വേണ്ടി, സ്ഥിര സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി നിങ്ങൾ ഈ ലോകത്ത് തിന്മ ചെയ്യണമെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവരുടെ ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പമില്ലേ? എന്താണ് പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ എറ്റേണൽ ലൈഫിന് വേണ്ടി, സ്വർഗത്തിലെ സ്ഥിരതാമസത്തിന് വേണ്ടി നിങ്ങൾ മനുഷ്യരുടെ ജീവൻ കൊത്തിപ്പറിക്കണം, മനുഷ്യനെ വേദനിപ്പിക്കണം, അവന് ജീവിക്കാനുള്ള അവകാശമില്ലാതാക്കണം, അവൻ ആരാണെന്ന് നിങ്ങൾ അറിയണ്ട, അവനെ നിങ്ങൾ കൊല്ലണം എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ, ഏതെങ്കിലും മതം പഠിപ്പിച്ചാൽ അതിന് എങ്ങനെ ലോജിക്കുള്ള മനുഷ്യനെ അംഗീകരിക്കാൻ കഴിയും? എനിക്ക് പിടികിട്ടാത്ത ഒരു സമസ്യയാണത്. അത് ഏത് മതവുമായിക്കോട്ടെ, ഒരാളുടെ ജീവൻ കൊത്തിപ്പറിച്ചിട്ട് അതിന് പ്രതിഫലമായി അവൻ എറ്റേണൽ ലൈഫ് കിട്ടും എന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ മതം ഒരു തരത്തിലും അംഗീകരിക്കാൻ പാടില്ല, ഒരു തരത്തിലും ആദരിക്കാൻ പാടില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നുവെന്ന്. ഞാൻ ഖുർആൻ വായിച്ചിട്ടില്ല, എനിക്ക് ഇസ്ലാം മതത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ല. പക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന മതം എന്ന നിലയിൽ, ലോകത്തെ ഏറ്റവും അധികം വേഗതയിൽ വളരുന്ന മതം എന്ന നിലയിൽ ഒരു കാരണവശാലും തിന്മ ചെയ്യുന്നത് വഴി സ്വർഗം കിട്ടും എന്ന് അത് പഠിപ്പിക്കുമെന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ വിശ്വാസം ചില വിഡ്ഢികളുടെ സ്വർഗത്തിരുന്നു കൊണ്ട് വിഡ്ഢിത്ത രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നതാണ് ഇതെന്നാണ്. അല്ലെങ്കിൽ എങ്ങനെ പറ്റും ഇങ്ങനെ മനുഷ്യന്റെ പച്ചജീവൻ പറിച്ചെടുത്ത് സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കാൻ? ഈ നീചന്മാർ ചെയ്തു കൂട്ടിയ വൃത്തികേടിനെ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളാണ്, ഇന്ത്യക്കാർ. നമ്മൾ സമാധാനപ്രിയരാണ്. നമ്മൾ മതേതര രാജ്യമാണെങ്കിലും ഇന്ത്യ അറിയപ്പെടുന്നത് ഹിന്ദു മതത്തിലൂടെയാണ്. നമ്മുടെ മതം സഹിഷ്ണുതയുടെയും സ്നേഹത്തിൻ്റെതുമാണ്. നമ്മുടെ മതം ഇൻക്ലൂസീവാണ്. അതിന്റെ പേരിൽ അഭിമാനിക്കുന്ന നമ്മൾ ഇപ്പോഴിത് ഈ ദുരന്തത്തിന്റെ പേരിൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു. ഓസ്ട്രേലിയയിലെ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരോർത്ത് എനിക്ക് വേദനയുണ്ട്. സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ പോകുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കലാപകലുഷിതമായി കൊണ്ടിരിക്കുന്നു. കുടിയേറ്റക്കാരുടെ കടന്നുകയറ്റം, അമിതമായ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണം, ഇതൊക്കെ ആ രാജ്യത്തിന്റെ സ്വത്വം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ആ രാജ്യത്തെ ജനങ്ങൾ പോലും ഓസ്ട്രേലിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന നല്ല ശുദ്ധവായുവുള്ള ഒരു വലിയ രാജ്യമാണ് ഓസ്ട്രേലിയ. ആ രാജ്യത്ത് പോയി നമ്മൾ ഇന്ത്യൻ പൗരന്മാർ ആയുധമെടുത്ത് നിരപരാധികളെ കൊല്ലുമ്പോൾ നമ്മൾ എങ്ങനെ തലപൊക്കി നടക്കും? വളരെ സങ്കടമുണ്ട്. എങ്ങനെ നമുക്ക് തലപൊക്കി നടക്കാൻ കഴിയും? ഓസ്ട്രേലിയയിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരുടെ ഗതികേടാണിത്. ഇത്തരം ദുഷ്ടശക്തികളെ നേരത്തെ തന്നെ കണ്ടെത്തി തുടച്ചു നീക്കാനുള്ള മനുഷ്യാവകാശമാണ് വേണ്ടത്, തുടച്ചു നീക്കാനുള്ളത്. ഈ നീചജന്മങ്ങൾ, ഈ ദുഷ്ടജന്മങ്ങൾ ഇന്ത്യക്കാർക്കുണ്ടെങ്കിൽ മാനക്കേടും ദുരിതവും സമാനതകളില്ലാത്തതാണ്. ഈ വൃത്തികെട്ട ജന്മങ്ങളോട് ഒരിക്കലും ആരും ക്ഷമിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന.